ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ബുക്ക് എടുത്തിരിക്കുകയായിരുന്നു. കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ആ പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറ്. ഓരോ വീഡിയോ ചെയ്യുന്ന മുമ്പ് ഓരോ പോയിന്റ് എഴുതി വയ്ക്കും, എന്തൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്ക് എടുത്തിട്ട് കുറേ നേരം അതിൻ്റെ ഫ്രണ്ടിലിരുന്നു, എങ്ങനെ തുടങ്ങണം, എന്ത് പറയണം എന്നറിയാണ്ട്. പക്ഷേ എനിക്കെന്തോ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ടീച്ചർമാർക്കും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് എങ്ങനെ തുടങ്ങണം എന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ഒരു വീഡിയോ സ്ട്രൈക്ക് ചെയ്ത്. ഞാൻ പുള്ളിൻ്റെ ഒരു ഫോളോവറാണ്. കാരണം പുള്ളി തിങ്ക് ചെയ്യണ പോലെയാണ് ഞാനും തിങ്ക് ചെയ്യാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരു 3-4 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൂൾ തുറക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീഡിയോയും എന്നെ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ 2 കാര്യമാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, തെറ്റ് ചെയ്ത കുട്ടിക്ക് പനിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ടീച്ചറും. രണ്ടാമത്തെ കാര്യം അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, ബി കൈൻഡ് ടുവേർഡ്സ് യുവർ ടീച്ചർ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വാക്ക് വിത്ത് ടീച്ചർ. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സൈലൻ്റ് ആയിട്ടൊരു കുട്ടിയാണെന്നുള്ളത്. അധികം അങ്ങനെ സംസാരിക്കാറില്ല, മുഴുവൻ ഇൻട്രോവേർട്ടാണ്. എവിടെ ഇരുത്തിയോ അവിടെ ഇരിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് 4ാം ക്ലാസ്സിൽ എനിക്കുണ്ടായത്. ഞാൻ പഠിച്ച സ്കൂളൊരു മലയാളം സാറുണ്ടായിരുന്നു. പുള്ളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിൻ്റെ കയ്യിലിരിപ്പ് കാരണം പുള്ളിനെ പുറത്താക്കുകയും ചെയ്തു പിന്നീട്. അപ്പോൾ 4ാം ക്ലാസ്സിൻ്റെ മിഡ് ടേം എക്സാം കഴിഞ്ഞ ശേഷം നമുക്ക് പേപ്പർ തരുമല്ലോ. ആ സമയത്ത് മലയാളം പേപ്പറായിരുന്നു. എഴുതിയൊരു ആൻസറിന് എനിക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അത് കറക്റ്റായിരുന്നു, അത്യാവശ്യം മാർക്ക് തരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ എനിക്കതിൽ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്കറിയാം അത് കറക്റ്റായിരുന്നു എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു മടിയുമായിരുന്നു, നല്ല പേടിയുമായിരുന്നു. എന്നിട്ടും ഞാൻ പോയി മാർക്ക് ചോദിച്ചായിരുന്നു. പക്ഷേ അന്ന് ആൾ പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഹാർഷായിട്ട് റൈസായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ എഴുതി ചേർത്തിട്ട് വന്നതല്ലേ എന്ന്. ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്ത് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. രണ്ടാമത്തെ റോയിൽ ഞാൻ റൈറ്റ് സൈഡ് ആയിരുന്നിട്ടുണ്ടായിരുന്നു. ആ പീരീഡിന് ശേഷം ബ്രേക്ക് ആയിരുന്നു. ആ ബ്രേക്ക് തീർന്ന വരെ ഞാനിരുന്ന് കരണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ ആ കാര്യം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴും അത് ഓർക്കണമെങ്കിൽ അതെൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ചിലപ്പോൾ ഈ കാര്യം ആ പുള്ളി മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ഉള്ളിൽ അത് ഇപ്പോഴും കിടക്കുന്നുണ്ട്. വിത്ത് ടീച്ചറിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പെൺകുട്ടികൾ PT പീരീഡ് കളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടിക്ക് വോളിബോൾ കളിക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷെ മറ്റേ കുട്ടിയാണെങ്കിൽ ഈ ഫ്രണ്ടിനെ ഭയങ്കര നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി വരാത്തതുകൊണ്ട് ദേഷ്യത്തിന് ബോൾ എറിഞ്ഞപ്പോൾ പരിക്ക് പറ്റി. ഇത് ഒബ്വിയസ്ലി ടീച്ചേഴ്സിൻ്റെ കയ്യിലെത്തി. നോർമലി വീട്ടിൽ വിളിക്കുക അല്ലെങ്കിൽ തല്ലുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ആ ടീച്ചേഴ്സ് ചെയ്തത് പിറ്റേ ദിവസം PT പീരീഡിൽ ഒരു ടീച്ചറിന്റെ കൂടെ നടക്കുക എന്നതായിരുന്നു ആ കുട്ടിക്ക് കൊടുത്ത പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ആ ടീച്ചർ ഈ കുട്ടിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ആ കുട്ടിക്ക് ചേട്ടനുണ്ടെന്ന് മനസ്സിലാവും. അങ്ങനെ സംസാരിച്ചു പോകുന്ന സമയത്ത് ആ ടീച്ചർ ചോദിക്കുന്നുണ്ട് കുട്ടിയോട്, തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ കുട്ടി പറയുന്നുണ്ട്, ഇങ്ങനെ ചേട്ടൻ എപ്പോഴും എന്നെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ വിളിക്കാറുണ്ട്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പോയിന്റ് എത്തുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, മേ ബി അതുപോലെയാണെങ്കിലോ നിൻ്റെ ഫ്രണ്ടിന് വോളിബോൾ ഇഷ്ടമല്ലാത്തത് എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി എപ്പോഴും റിയലൈസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നുള്ളത്. ടീച്ചർ പറയുന്നുണ്ട്, തിരിച്ചു പോയൊരു സോറി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീച്ചർ പറഞ്ഞു വരുന്നുണ്ട്. പിന്നീട് ആ കുട്ടി പോയി സോറി പറയുന്നു. പിന്നെ അവർ ഒരുമിച്ച് പോണതൊക്കെയാണ് ആ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇവിടെ ഒരു തെറ്റ് ചെയ്തൊരു കുട്ടിനെ പനിഷ്മെന്റ് എന്നുള്ള രീതിക്ക് പോകാതെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ടീച്ചർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എൻ്റെ കേസിലെന്ന് പറയുന്നത് നേരെ തിരിച്ചായിരുന്നു. ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ബ്ലെയിം കിട്ടി. ഇപ്പോൾ ഏതെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും പനിഷ്മെന്റ് എന്നൊരു ഓപ്ഷൻ അല്ലാതെ എപ്പോഴും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നൊരു തോന്നൽ കൂടി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ 20 മിനിറ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ തൊണ്ട ഒരു വിധമാവും. പിന്നെ പോരാത്ത തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വന്നാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഒരു ടീച്ചറിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയേ. ഡെയിലി ഇപ്പോൾ ഒരു 8 പീരീഡ് ക്ലാസ് ഉണ്ടെങ്കിൽ ആ 8 പീരീഡും സംസാരിക്കേണ്ടി വരും. സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ ഭയങ്കര ഡ്രെയിനിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു ഫുൾ ദിവസം നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ വീട്ടിലത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. വീട്ടിലത്തെ വർക്കൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ വരിക. അതിൻ്റെ കുറേ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ഒരു ടീച്ചറിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ശ്രദ്ധിച്ചില്ലെങ്കിലും ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. മിണ്ടാണ്ടിരുന്നാൽ മാത്രം മതി. അത്രയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു മോശം എക്സ്പീരിയൻസ് പറഞ്ഞു, അതേപോലെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. 2 ടീച്ചർമാരാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തവർ. +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന ശിവപ്രിയ ടീച്ചർ വേണ്ടി മാത്രമാണ് ഞാൻ +2 നല്ല എഫേർട്ട് ഇട്ടിട്ട് ഫുൾ A+ വാങ്ങിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ +1 കയറിയ സമയത്ത് അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലോണം ഉഴപ്പി. അങ്ങനെ ലാസ്റ്റ് മാർക്കും കുറഞ്ഞു. ടീച്ചർ എൻ്റെ മേലെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ ചെയ്യും, അവൻ നല്ല രീതിക്കാവും എന്നൊരു
വാക്ക് ടീച്ചർ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വാക്കായിരുന്നു എന്നെ +2 ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിനെ എന്നെ പ്രേരിപ്പിച്ചത്. ഇതേപോലത്തെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു എനിക്ക് ACCA കയറുന്ന സമയത്ത് ഉണ്ടായത്. കാരണം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ACCA ഒക്കെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ സുമി മാം ആയിരുന്നു പാസ്സാവും, നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിക്ക് എനിക്കൊരു കോൺഫിഡൻസ് ആണത്. അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ടീച്ചേഴ്സ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് അവരടുത്ത് പറയാനുള്ളത് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നമ്മുടെ വീഡിയോ മിക്കതും സ്റ്റുഡൻസാണ് കാണുന്നത്. അപ്പോൾ അവരടുത്ത് പറയാനുള്ളത് ടീച്ചേഴ്സിനെ ഒന്നുകൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Thank you for watching and see you in the next video. Bye bye.